യദു വളിവിട്ടോ എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കും. KSRTC ഡ്രൈവർ യദു സംഭവ ദിവസം തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ വളിവിട്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. അന്നേ ദിവസം ഡ്രൈവർ സീറ്റിന്റെ പിൻഭാഗത്തിരുന്ന് യാത്ര ചെയ്ത യാത്രക്കാരോടാണ് അന്വേഷിക്കുന്നത് എന്നാണ് വിവരം. യദുവിനെ കൊടുക്കുവാൻ ഇനി അവശേഷിക്കുന്ന ഏക അന്വേഷണം ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചികഞ്ഞെടുത്തു കഴിഞ്ഞു. യദു 1-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിക്കറിൽ മുള്ളിയതും 3-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 3A സുമതിക്ക് പ്രേമലേഖനം കൊടുത്തതും വരെ സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തി കഴിഞ്ഞു. ഇത് വെച്ച് കേസെടുക്കാൻ പറ്റുമോ പിള്ളാച്ച എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. കട്ടിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് വെച്ച് കേസെടുക്കാനാണ് വിദഗ്ധ ഉപദേശം. എന്നാൽ പ്രഥമദൃഷ്ടിയ കുറ്റം ചെയ്തു എന്ന് തെളിവുള്ള മേയർക്കും MLAയ്ക്കും സഹയാത്രക്കാർക്കും ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തു എന്ന് വരുത്തി തീർത്തു. അവരുടെ ഫോൺ സംഭാഷണങ്ങളോ അവർ എവിടെ നിന്നാണ് വന്നതെന്നോ അവർ മദ്യപിച്ചിരുന്നോ എന്നതൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ പൊതുജന വികാരം ഇത്രയും എതിരായിട്ടും വീണ മലത്തിൽ കിടന്ന് മെഴുകുകയാണ് അന്തംകമ്മികൾ. ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന CCTVയുടെ മെമ്മറി കാർഡ് യദുവാണ് മാറ്റിയത് എന്ന തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പുതിയ കണ്ടുപിടുത്തം, മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിക്കുന്നതിനിടെ 1 മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പല തവണകളിലായി യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് വെറും 10 മിനിറ്റിൽ താഴെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫോൺ പിടിച്ചുകൊണ്ടായിരിക്കണം യദുവിന്റെ ഡ്രൈവിംഗ് എന്നാണ് പോലീസ് ഭാഷ്യം. KSRTC ഡ്രൈവർമാരിൽ അന്നേ ദിവസം എത്ര ഡ്രൈവർമാർ ഫോൺ വിളിച്ച് വണ്ടി ഓടിച്ചു എന്ന് അന്വേഷണം നടത്തുവാൻ പോലീസിന് സാധിക്കുമോ? അവരെ എല്ലാം മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം. ഇവിടെ ഞങ്ങൾ യദുവിനെ വെറുതെ ന്യായീകരിക്കുകയല്ല, യദുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞതാണ്. യദുവിനെതിരെ ഏകപക്ഷീയമായി നടത്തുന്ന ഈ കുതിരകേറലിനെതിരെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രതിഷേധം ഇരുമ്പുകയാണ്. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളുടെ പ്രതിഷേധങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു, കേട്ടാലും. എന്റെ പേര് ഗോപാൽ, വാടനാട്. തിരുവനന്തപുരത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രധാന കള്ളി എന്ന് പറഞ്ഞത് ആര്യ രാജേന്ദ്രന്റെ അനിയനാണ്. അവൻ ആ വിവാഹ ചടങ്ങിൽ മദ്യപിച്ചുകൊണ്ട് വന്ന് സ്പീഡ് കൂട്ടി പോകാൻ ഒരുങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് ഈ വാർത്ത കേൾക്കുന്നവരും പറയുന്നവരും ആരും ആ പോയിന്റ് പറയുന്നില്ല. അനിയനെ രക്ഷിക്കാൻ ആര്യ രാജേന്ദ്രൻ ചെയ്ത പണിയായത്. ആര്യ രാജേന്ദ്രന്റെ സഹോദരനാണ് വണ്ടി ഓടിച്ചത്. ആര്യ രാജേന്ദ്രന്റെ സഹോദരനാണ് വണ്ടി ഓടിച്ചത്. ആര്യ രാജേന്ദ്രന്റെ സഹോദരനാണ് വണ്ടി ഓടിക്കുന്നത്. ആ രാജേന്ദ്രന്റെ സഹോദരനെ രക്ഷിക്കാൻ മാത്രമാണ് ആര്യ രാജേന്ദ്രൻ ഈ പ്രവണത കാട്ടുന്നത്. വിവാഹ ചടങ്ങിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനൊരു കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആരായാലും മദ്യപിച്ച് കഴിയുമ്പോൾ ഒരു സ്പിരിറ്റ് ഉണ്ടാകും. ആ സ്പിരിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഓവർടേക്ക് ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഓവർടേക്ക് പോകുമ്പോൾ അത് അത്ര സ്പീഡിൽ ഈ ട്രാൻസ്പോർട്ട് ഓടിയത് കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരം പ്രവണതകളൊക്കെ കാണിച്ചിട്ടുള്ളത്. അതിപ്പോ ഈ വാർത്ത കാണുന്നവരാരും അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. അതാണ് ഞാനിത് എടുത്തത് അങ്ങോട്ട് പറയാൻ കാര്യം. ഈ ന്യൂസിനകത്തൊക്കെ ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് പറഞ്ഞത്. ആര്യ രാജേന്ദ്രനും ഭർത്താവിനെയും അവരുടെ ഇമേജ് നിലനിർത്താൻ അനിയൻ പറഞ്ഞതിന്റെ അനുസരിച്ച്, സഹോദരൻ പറഞ്ഞതിന്റെ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. എന്റെ പേര് താജുദ്ദീൻ. ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കാം. ഞാൻ ഈ മൊബൈലിലെ വാർത്ത കണ്ട് എന്റെ കണ്ണിന്റെ സത്യമായിട്ട് കണ്ണീര് ഇളകി വരിക. പാവപ്പെട്ട ഡ്രൈവർ എത്രയും കഷ്ടപ്പെടുത്തിയിരുന്നു കേട്ടോ. ഞാൻ പച്ചയ്ക്ക് പറയാം, അവക്കെ അസുഖമുണ്ട് കേട്ടോ. അയാളെ കൊണ്ട് കഴിയില്ല, ഭർത്താവിനെ കൊണ്ട്. അവളെ വല്ല ബോംബെയിലോ ഡൽഹിയിലോ കൊണ്ട് ഇടാൻ പറയാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പാവപ്പെട്ട ഡ്രൈവറല്ലേ, പാവം പിടിക്കാനല്ലേ. എനിക്ക് സങ്കടം തോന്നുന്നു കേട്ടോ. ഞാൻ കൊല്ലവാ. ഞാൻ ഈ വാർത്ത കണ്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടാ പറയുന്നത്. എന്റെ ഒരു സഹോദരനെ പോലെ ഞാൻ അയാളെ കാണുന്നത്. എനിക്ക് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്റെ 2 കാലും പോയ 2 കൈ പോയാൽ ഞാൻ തളർന്നിരിക്കുന്ന ആളാണ്. ഷുഗറുണ്ട്, ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് 2 കാലും 2 കൈയെല്ലാം തളർന്ന് വീട്ടിൽ ഇരുന്ന് എന്റെ മോനെ ചെലവിൽ ഞാൻ ഇവിടെ കഴിഞ്ഞു കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഈ വാർത്ത സത്യം സങ്കടമായിപ്പോയി, സങ്കടമായിപ്പോയി. എനിക്കുണ്ട് മക്കള് ഇതുപോലെ ചെയ്യുമോ? ഇവിടെ വന്ന് ഇവള് നാട് പരിഹരിക്കുന്നത് പിടിച്ചു പറിച്ചിടാൻ ഇടാൻ പറയാ. അവളെ ഒറ്റത്തന്തയ്ക്ക് ജനിച്ചാണോ എന്നോണം പറയാൻ? അവളെ അഞ്ചച്ഛന്റെ മക്കളാണെന്ന് പറയണേ. അവള് തെണ്ടി വിഷയാളാ. തനി വർത്തമാനം മാറി മാറി പറയും. വിഷയങ്ങളെ ഒന്ന് ചോദിച്ചാൽ ഒന്ന് ഉത്തരം പറയില്ല. അതാണ് അവള്
ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ കാലടിയില് ഇവര് രജിത് കുമാർ. അല്ല ഞാനിപ്പോ ഇത് യൂട്യൂബിൽ ഇത് കണ്ടപ്പോഴേ ഇവര് ഈ വാങ്ങി കാണിച്ചു എന്ന് പറയുന്നത് ഈ ബസ്സിന് എനിക്ക് തോന്നുന്നു 4 ഹെഡ്ലൈറ്റ് ഉണ്ട്. അത് രാത്രി സമയമാണ്. രാത്രി സമയത്ത് 4 ഹെഡ്ലൈറ്റും തെളിഞ്ഞ് നിൽക്കുമ്പോഴത്തെ ഡ്രൈവർ ക്യാബിനില് ലൈറ്റ് കാണത്തില്ല. അപ്പൊ ഇവര് ഈ കാറിൽ ഇരിക്കുന്നവര് എങ്ങനെയാ ഇത് കണ്ടത്? അതാണ് എന്റെ സംശയം. അപ്പൊ ഈ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്നുള്ളതാ അറിയാം ഇവര് പറയുന്നത്. ഞാൻ തൃശ്ശൂരിലാണ് വിളിക്കണേ. എന്റെ പേര് അരവിന്ദ് ഘോഷ്. ആ മേയർ എന്താ ഈ കാട്ടുകൂട്ടുന്നത്? തലയ്ക്ക് അധികാരം മൂത്തിട്ടോ. ഒരു പക്വതയില്ലാത്ത ആ മേയറെ ഇങ്ങനെ കൊണ്ട് ഇരുത്തേണ്ട ഒരു ദോഷം വന്നാൽ തന്നെ ഈ ഇടതുപക്ഷത്തിന്റെ എല്ലാവരും എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായാൽ തന്നെ ഗർഭം പെണ്ണ ഏറ്റവും വലിയ പ്രശ്നം. അത് എത്ര പാവപ്പെട്ടവനായാലും അവന്റെ നെഞ്ഞത്ത് കയറാണ്. ഇതിനൊക്കെ മാറ്റം ഒന്നാത്തന്നെ നമ്മുടെ ഈ കേരളത്തിലുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഒരു ഇത് നോക്കാതെ ഇലക്ഷനിൽ നിർത്തി വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കും. ഇപ്പൊ ഉണ്ടാവാൻ പോണത് എന്താ? ഈ ഒരു മാറ്റം അതല്ലാതെ ഈ കേരളം ഈ രക്ഷപ്പെടില്ല, ഉറപ്പാണ്. ഈ 2 മുന്നണികളും വന്ന് എന്തായി? നമ്മുടെ കേരളം മുടിപ്പിച്ചു. ഇപ്പൊ പണ്ടത്തെ രാജഭരണത്തെക്കാൾ അക്രമമായി. ഈ ഇടതുപക്ഷം നമ്മുടെ നാടിനെ നശിപ്പിച്ചു ശരിക്കും. ഇതിനൊരു 3ാം മുന്നണി വന്നാലേ ഇവിടെ ശരിയാവുള്ളൂ. അതിന് ഈ ദുരക്ഷോഭ്യമുള്ള ആൾക്കാർ വന്നാലേ ഇനി നമ്മുടെ നാട് നന്നാവുള്ളൂ. അത് സത്യം. ആ ജനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി വലിയൊരു ആപത്തിലേക്ക് പോകണം. ഇവരൊക്കെ ശരിക്ക് ഒരു എന്താ പറയാ, നമ്മുടെ കേരളത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരുന്നു. എനിക്ക് എത്ര പറയുള്ളൂ. അയാൾ പാവം, പച്ച പാവാണ്. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ. ആ ക്ഷേത്രത്തിന്റെ ശാപമൊക്കെ കിട്ടുക. അവിടെ ഒരു കണ്ണ് പൊട്ടിപ്പോവുക. നോക്കിയോ, ഒരു കണ്ണ് പൊട്ടിപ്പോവും. പൊട്ടക്കണ്ണിന്ന് വിളിക്കോളാം നീ. ആരാധനെ പൊട്ടക്കണ്ണിന്ന് വിളിക്കും. പൊട്ടക്കണ്ണിന്ന് അത്രയ്ക്ക് ശാപം കിട്ടിയിട്ടുണ്ട്. എറണാകുളം ജില്ല ശാപം കിട്ടിയാണ്. അവർക്ക് ഒരു കാലത്തും ഗുണം വരില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ഇടിച്ച. ഞാൻ കോട്ടയത്ത് നിന്ന്, എന്റെ പേര് വാസു എന്നാണ്. സത്യം പറയാമെങ്കിൽ അതൊക്കെ വെറും ഒരു വൃത്തികെട്ട ഒരു സംഭവമായി ഈ മേജർ ആര്യൊക്കെ കാണിച്ചത്. പാവപ്പെട്ടവനെയൊക്കെ ഇങ്ങനെ ദ്രോഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ദ്രോഹമാണ്. ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഭരണമായതുകൊണ്ട് അവരുടെ കയ്യിലിരിക്കുന്നതല്ലേ. അപ്പൊ അതിന്റെ ഒരു ധൈര്യം വെച്ച് കാണിക്കുന്ന ഒരു ഇതാ. അതിനൊക്കെ ദൈവം കൊടുക്കും ശിക്ഷ, ഇന്നല്ലെങ്കിൽ നാളെ. അത് ദൈവം കൊടുത്തോളും. ഞാൻ ഇത്രയേ പറയാനുള്ളൂ. ആ പുള്ളിക്ക് ഒരു നിയമം കിട്ടണം. ഇവളും മറ്റേ ചിന്താ സിറാം എന്നും പറഞ്ഞ ഒരുത്തിയില്ലായിരുന്നു. അവളും തിരുവനന്തപുരത്ത് കിടന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പോലും പൊറുക്കാത്ത ഒരു കളിയാ. അതോ അവരുടെ പാർട്ടിയുടെ ഇത് വെച്ചാ കളിക്കുന്നത്. എനിക്ക് പാർട്ടി ഒന്നുമില്ല, ഒരു പാർട്ടിയില്ല. പക്ഷെ ഇതൊന്നും ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഒരു പാവപ്പെട്ടവനെയൊക്കെ ഇങ്ങനെ ദ്രോഹിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും അല്ലെങ്കിൽ ഒരു 10-25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരി ഇല്ലയോ? അവർക്ക് ഇത്രയും കുടുംബത്തിലൊക്കെ ഇതൊക്കെ ഉള്ളതല്ലയോ? അതൊക്കെ ആലോചിച്ചൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു ഇതുണ്ടായിരുന്നല്ലോ. ഈ മേയറിന് MLA നല്ല രീതിക്ക് പഠിപ്പിക്കണം സാർ. എന്നാലേ ഉള്ളൂ ഈ അടുത്തുള്ള ഈ താഴെയുള്ള ചെറിയ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഒരു നല്ല ഒരു പാഠമായിരിക്കണം സാറേ. അവർക്ക് ഈ ചെറിയ ഉദ്യോഗസ്ഥന് പോലും ഒരു പാവപ്പെട്ടവന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ തോന്നണം. അയ്യോ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോകും എന്നുള്ള തോന്നണം. ആ രീതിക്ക് ഇവർക്ക് നല്ല ഒരു ശിക്ഷ കൊടുക്കണം സാർ. എന്റെ പേര് മണി. ഞാൻ റിട്ടയർഡ് റെയിൽവേ എംപ്ലോയിയാണ്. ഞാൻ പാലക്കാട് നിന്നാണ്. ഇത്രയും സംഭവം നടന്നിട്ട് ഈ CPMന്റെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഇത് ഇടപെട്ടിട്ടോ ട്രാൻസ്പോർട്ട് മന്ത്രിയോ ഇടപെട്ടിട്ട് ഈ കാര്യം സോൾവ് ചെയ്യാൻ സാധിക്കില്ല. ഇവർക്ക് ഇത്ര ഇഷ്യൂ ആക്കണോ? അത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇത് ആരെങ്കിലും ഒന്ന് ഇടപെട്ടിട്ട് സോൾവ് ചെയ്തിട്ട് ഇങ്ങനെ വഷളാക്കി ഒരു നാണം കെടുത്തണം. കേരള ജനതയുടെ ഇടയിൽ ഒരു ഭരണം നാറിക്കണോ? ഇത് ജനാധിപത്യം ഇതിൽ എന്താ ഉള്ളത്? ഇതിൽ ജനാധിപത്യം ഉണ്ടോ? ഈ ചോദ്യത്തിന് ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് ആർക്കും ഒന്നും ഉപദ്രവിക്കാത്ത രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുപോയിട്ട് സോൾവ് ചെയ്ത് കൊണ്ടുപോകണം. അതന്നെ ഒരു രീതി. ശരിയല്ലേ? ഇത് ചെയ്യാൻ ഇത് ട്രാൻസ്പോർട്ട് മന്ത്രി ഇടപെടേ KSRTC നിർത്തി എന്താ സംഖ്യ ശരിയായില്ല. അത് ആരാ തടഞ്ഞത്? എന്താ ഒരു ആക്ഷൻ, ഒരു നോട്ടീസ് അവർക്ക് കൊടുക്കുക. ഡ്രൈവറോട് ചോദിക്കുക, നിങ്ങൾ ചെയ്ത് ശരിയാണോ? നിങ്ങൾ ഇതന്നെ എന്റെ രീതി. അത് ഇവരൊക്കെ എവിടെ പോയി കിടക്കണോ? ഇവർ ഉത്തരവാദിപ്പെട്ടവർ. ഇവർ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇവര് പൊതുജനങ്ങൾക്ക് ഇഷ്ടം പോലെ സൈബർ ആക്രമണം നടക്കണ്ടല്ലേ? ഇത് ആരെങ്കിലും ഒരാള് ഇതിനെപ്പറ്റി എന്താ സംഭവം? ഞാൻ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ്, അല്ലെങ്കിൽ ഞാൻ MLA ആണ്. MLA സപ്പോർട്ട് പറയാൻ പാടില്ലല്ലോ. പാർട്ടിപരമായി സ്വന്തം പാർട്ടിക്കാരനെ പറയാൻ പാടില്ലല്ലോ. ഇത് പൊതുജനത്തിന് വിലയില്ല.
എന്നൊക്കെ അവരുടെ ഭരണവും അവരുടെ കയ്യിലും എല്ലാം ഏത് പാർട്ടി ആയിക്കോട്ടെ. ഞാനോട് സ്വതന്ത്രനാ, ഞാൻ പാർട്ടിയൊന്നല്ല. പക്ഷെ കേൾക്കുമ്പോൾ നമുക്കങ്ങനെ തിളച്ചു വരുന്നുണ്ട് ബ്ലഡ് അല്ലേ? ഇത് ആരും ആയിക്കോട്ടെ, ഏത് സ്ത്രീ ആയിക്കോട്ടെ, സ്ത്രീക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, പുരുഷന് ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതലൊന്നും ആവേശം കൊള്ളാൻ പാടില്ല. പൊതുജനത്തിന് ഒരു യാത്ര ചെയ്ത ബസ്സിനെ ഒരു മിഡിലിൽ നിർത്തിയിട്ട് ഇറക്കി വിടാൻ ആർക്ക് ഇവർ അധികാരം കൊടുത്തു അല്ലേ? ഇവർക്ക് അധികാരം ആരാ കൊടുത്തത്? ജനങ്ങൾ ഇവരുടെ പേര് കേസ് എടുക്കണ്ടേ? ഈ MLA പേരിലും ഈ മേയറുടെ പേര് കേസ് എടുക്കണ്ടേ? നിങ്ങൾ എന്ത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത്? നിങ്ങളുടെ പേര് നഷ്ടപരിഹാരം കൊടുക്കേണ്ടവർക്ക് അല്ല. ഇതിനവർ ഇടപെട്ടിട്ട് അതിൻ്റെതായ ബന്ധപ്പെട്ട ആൾക്കാരെ അത് ഇടപെട്ടിട്ട് നിസ്സാരമായി സോൾവ് ചെയ്ത് പോകണം. തെറ്റ് ആരടുത്തോ എന്തോ എങ്കിലും നമ്മൾ നേരിൽ കണ്ട കാഴ്ചകൾ നമുക്ക് പറയാലോ. നമുക്ക് വീഡിയോയിൽ കണ്ട കാഴ്ചകൾ കുറിയ ഇട്ടിട്ടില്ല പറഞ്ഞു. പിന്നെ വണ്ടി കുറിയ നിൽക്കുന്നത് കാണുന്നില്ല എല്ലാവരും. പൊതുജനങ്ങൾ കംപ്ലീറ്റ് കാണുന്ന കേസല്ലേ ഇവർ. ഞാനാണെങ്കിലും ആ പറഞ്ഞ് തെറ്റാണെന്നുള്ളത് വീഡിയോ തെളിയിക്കുന്നില്ല ഇവിടെ. ഇനി എന്തിനാ ഈ നുണ പറയാൻ നിൽക്കുന്നത്? അതായത് ഒരു പദവി കിട്ടിയ ആ പദവിയിൽ എന്തും ചെയ്യുക, എന്ത് പ്രവർത്തിക്കുക, ആരായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, അത് ശരിയല്ല. അത് ശരിയല്ലാന്ന് അത് അവർ സ്വന്തം മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ കൃഷ്ണാപ്പിളിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് ജോസഫ്. ഈ ആര്യ രാജേന്ദ്രൻ ചെയ്തത് വളരെ തെറ്റായ കാര്യം. പാവപ്പെട്ട ആ ഡ്രൈവറോട് കാണിച്ചത് വളരെ മോശമായ കാര്യം. അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം സാറേ. നിങ്ങളൊക്കെ ഈ ചാനലിലുള്ളത് ഈ പാവപ്പെട്ടവർക്ക് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയാണ്. പാവപ്പെട്ടവർക്ക് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ചാനലിലുള്ളത്. ഇവള് ഇങ്ങനത്തുള്ള ആൾക്കാരൊക്കെ നമ്മളൊരു മര്യാദ പഠിപ്പിച്ചു തന്നെ ആവണം. അവിടെ അഹങ്കാരവും അവിടെ ഇതാണ് അവർ ചെയ്തത്. അവർ ഭാര്യയും ഭർത്താവും MLA ആണ്, അവർ മേയറാണ്. അവർ ചെയ്യാൻ വേണ്ടിയ പണിയാണല്ലോ അല്ലല്ലോ അത്. അവർക്ക് നല്ലൊരു ശിക്ഷ നമ്മുടെ കേരളം നന്നായിട്ടിരിക്കണമെന്നില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ് ഉള്ളത്. പക്ഷെ ഞാൻ ജനിച്ച നാടിനോട് എനിക്ക് ഒരു കടപ്പാടുള്ളത് കൊണ്ട് ഞാൻ പറയാം, ശിക്ഷ വാങ്ങി കൊടുക്കണം. എന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് വിളിക്കുന്നത്. ഞാൻ വെള്ളക്കടവിൽ 5 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മുസ്ലിം ആയിപ്പോയത് കൊണ്ട് മാത്രം അവരെ കൊടുത്തില്ല. കാര്യം തിരുവനന്തപുരത്ത് പോകാൻ അത് ഇത് നമ്മൾ കണ്ടുകെട്ടി നടക്കില്ല. എത്ര വർഷം കൊണ്ട് ആറ്റുകാൽ പൊങ്കാല ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അത്രയും കണ്ട് നമുക്ക് മടുത്തു പോയി. ഈ ഒരു പാർട്ടി ഞാൻ ഈ പാർട്ടിയുടെ അനുഭാവിയാണ്. അതാണ് ഏറ്റവും വലിയ രസം. അങ്ങനെയുള്ള ഒരാള് അവിടെ ജയിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 5 പ്രാവശ്യം വെള്ളക്കടവ് ഭാഗത്ത് നിന്ന് ജയിച്ചു. അവർ മുസ്ലിം ആയിപ്പോയത് കൊണ്ട് മാത്രം അവരെ ആക്കിയില്ല. യഥാർത്ഥം അവരല്ലേ ആക്കരുത്. ഇവർ മുസ്ലിം പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയല്ലേ. എന്തുകൊണ്ട് അവരെ ആക്കിയില്ല? ഈ മുഴവുടി മാറാത്ത പെണ്ണിനെ പിടിച്ച് ഇതൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ അനുഭവം. എത്ര അനുഭവം എന്നിട്ട് മനസ്സിലാക്കണം. ഇല്ല, ഇത് ജനങ്ങൾക്ക് വിളിച്ചാൽ തിരുവനന്തപുരത്തായ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില ചുമക്കാനാണ്. ഒരു MLA ഉണ്ടല്ലോ, അതൊന്നും തന്നെയാണ്. ഇതിന്റെ കാര്യം അപ്പുറമാണ്. പിന്നെ ശശി എന്ത് ചെയ്യണവർ അതൊന്നും പറയാനില്ല. ഇതൊക്കെ പറയാൻ തുടങ്ങിയ എത്ര മണിക്കൂർ പറഞ്ഞാലും തീരൂല. അങ്ങനെയുള്ള സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അനുഭവമാണ് അവർ കിട്ടുന്നത്. ആറ്റുകാലമ്മച്ചിയുടെ ശാപം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. കോഴിക്കോട് ശിവശങ്കരൻ. പോലീസുകാർ എന്ത് പോലീസുകാരാണ്? അവിടെയുള്ള യാത്രക്കാരെ ഏതാ സ്ഥലത്ത് ഇറക്കിയതിന് ശേഷം നീ സ്റ്റേഷനിലേക്ക് വണ്ടിയായിട്ട് വാന്നല്ലേ പറയേണ്ടത്? അതല്ലേ? അല്ലാതെ വഴിക്ക് ജനങ്ങളെ ഇറക്കി വിട്ടിട്ട് ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുക. ഓലെ യാത്രക്കാരെ ഓലെ പിന്നെ എവിടെ ഇറങ്ങേണ്ട വെച്ചാൽ അവിടെ ഇറക്കി വിട്ടിട്ട് ഈ വണ്ടിയായിട്ട് സ്റ്റേഷനിലേക്ക് വാന്നാ പോലീസുകാർ പറയേണ്ടത്. അങ്ങനെ പറയാതെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്തൊരു നിയമമാണ് നമ്മുടെ? കൃഷ്ണൻ നായര, ആ മേയർ എന്ത് തെറ്റാ ചെയ്തതെന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ജനങ്ങളെ സേവനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു മേയർ കയറിയത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വേറൊരാൾ വല്ല പോലീസ് സ്റ്റേഷനിൽ അടുത്ത എവിടെയും പറഞ്ഞിട്ട് ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയില്ല വേണ്ട. റോങ് സൈഡിൽ കൂടി വന്ന് പേപ്പർ ലൈനിലിട്ട് പിന്നെ ജനങ്ങളൊക്കെ ഇറക്കി വിട്ട് അതും ശരിയായിട്ടല്ലല്ലോ ചെയ്യേണ്ടത് അല്ലേ? നല്ല രീതിയിൽ കൂടി ചെയ്യണ്ടേ? ജനങ്ങളെ സേവനം കിട്ടിയിട്ട് ഒരാൾ കയറിയാൽ അവർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു അഹങ്കാരം ചെയ്യാൻ പാടില്ല, തെറ്റല്ലേ? അതും ഇവരൊന്നും ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാ. പുനലൂരിൽ വരുന്ന പേര് സോമൻ. അപ്പൊ സാധാരണക്കാരനായിരുന്നെങ്കിൽ അവനെ ഇടിച്ച് ചുരുക്കി അവൻ്റെ അന്യായ പൈസയും മേടിച്ച് ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ കോട്ടയത്ത് ഒരു ബസ്സിന് സ്കൂട്ടറിന് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഒരു പെണ്ണാണ്ട് കാണിച്ചാൽ പറഞ്ഞ് 70,000 രൂപയോളം കണ്ട ട്രിപ്പ് മുടങ്ങിയെന്ന് പറഞ്ഞ് അവരെ നിന്ന് മേടിച്ചതേ. ഇതിപ്പോ ഇങ്ങനെയൊക്കെയുള്ള മേയറും അവർ ഒരു 1000 പേര് യാതൊരു നടപടിയില്ലായിരിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. പ്രതികരണം തുടരാം, യദുവിന് നീതി ലഭിക്കുന്നത് വരെ. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.